പേടിയാ വരുമ്പോ അടുത്ത് പറഞ്ഞു. ഹലോ ഹലോ നിക്ക് ആളാവാൻ വരരുത് എൻ്റെ അടുത്ത്. ഡു യു വോണ്ട് മീ ടു കണ്ടിന്യൂ? ഡു യു വോണ്ട് മീ ടു കണ്ടിന്യൂ? പ്ലീസ് ടെൽ മീ. Ask her to move back. Ask her to move back. പേടിയാ വരുമ്പോ അടുത്ത് ആണോ? ആണോ? ആ വീഡിയോ അതെന്റെ റൈറ്റാണ്. പറഞ്ഞു. ഹലോ ഹലോ നിക്ക് ആളാവാൻ വരരുത് എൻ്റെ അടുത്ത്. ആളാവാൻ വരരുത്. കോടതിയാണ് ഇനി നോക്കുന്നത്. അവര് നോക്കിക്കോളും. എന്ത് കോടതിയാ? റിപ്പോർട്ടർ ചാനലിന്റെ വക്താവ് ഇവിടെ വന്ന് എന്ത് കോടതി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വെരി സോറി. ഡു യു വോണ്ട് മീ ടു കണ്ടിന്യൂ? ഡു യു വോണ്ട് മീ ടു കണ്ടിന്യൂ? പ്ലീസ് ടെൽ മീ. Ask her to move back. Ask her to move back. അതിൻ്റെയൊക്കെ അസുഖം ഇവർക്ക് വേറൊന്നുമല്ല. ജനങ്ങൾ സിനിമ, പ്രേക്ഷകർ സിനിമ ആസ്വദിക്കുന്നു. അതെനിക്ക് ഈശ്വരാനുഗ്രഹം തന്നെയാണ്. ആ ഈശ്വരാനുഗ്രഹം ഞാൻ സസന്തോഷം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് പേടിയാണ്, ഒന്ന് മാറി നിൽക്കൂ എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിനുള്ള അവകാശം എനിക്കില്ലേ? അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിന് ആ വാർത്താ കച്ചവടക്കാരൻ ക്ലാസ് എടുത്ത് വിട്ടിരിക്കുന്ന വാചകങ്ങളൊന്നും ഇവിടെ എഴുന്നള്ളിക്കരുത്. ഇപ്പോൾ കോടതിയാണ് പുച്ഛിച്ചിരിക്കുന്നത്. ഞാൻ ആ കോടതിയെ ബഹുമാനിച്ചാണ് കാത്തിരിക്കുന്നത്. എന്ത് കോടതി? ഇത് നിങ്ങൾ ആർക്കെങ്കിലും പറയാൻ അവകാശമുണ്ടോ? ഉണ്ടോ സാർ? എന്താ നിങ്ങളെന്താ മറുപടി പറയാത്തെ? ഓക്കെ ഇല്ല ശരിക്കും ആരാ തെറ്റിദ്ധരിച്ചത്, അതിന്റെ പിന്നിലെ രാഷ്ട്രീയം എന്താണെന്ന് നിങ്ങൾ അന്വേഷിച്ചാൽ മതി. ദിസ് ഇസ് നോട്ട് ദ പ്ലാറ്റ്ഫോം ഫോർ ദാറ്റ്. അല്ലല്ല, അതിനുള്ള സ്ഥലമല്ല ഇത്. അതൊക്കെ അവർ നോക്കിക്കോളും. അവർ പറയാനുള്ളത് അവരുടെ അവകാശമാണ്. പക്ഷെ ആരാണ് ആ സഭ എന്നുള്ളത് അവർ വ്യക്തമാക്കട്ടെ. ഞങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം. അല്ലല്ല സി നിഖിൽ എന്താ പറഞ്ഞ എന്നോട്? ഈ സംഭവം മറന്നു കാണില്ലല്ലോ. ഷിതാ ജഗത്തിനു ശേഷം മറ്റൊരു പോരാളിയാകാൻ ഇറങ്ങി തിരിച്ച വ്യക്തിയാണ് ഇത്. റിപ്പോർട്ടർ ചാനൽ സുരേഷ് ഗോപിക്കെതിരെ പറഞ്ഞുവിട്ട ഒരു പോരാളി. പക്ഷേ ആ സംഭവത്തിന് ശേഷം പോരാളിയെ റിപ്പോർട്ടർ തഴഞ്ഞു. ഏതായാലും ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിലെ ഈ മാധ്യമ പ്രവർത്തകയ്ക്ക് ജോലി നഷ്ടമായി എന്നാണ് അറിയുന്നത്. സുരേഷ് ഗോപിയുടെ തൃശൂരിലെ ശബ്ദം ഫലിച്ചു എന്നർത്ഥം. അദ്ദേഹവുമായി തൃശൂരിൽ സംഘർഷമുണ്ടാക്കിയ സൂര്യ സുജി റിപ്പോർട്ടർ ചാനലിൽ നിന്നും പുറത്തായി. തൃശൂരിൽ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ തട്ടിക്കേറിയ സൂര്യ സുജി അന്നു മുതൽ വിവാദത്തിലായിരുന്നു. സൂര്യ സുജി അന്ന് തൃശൂരിൽ സുരേഷ് ഗോപിയുടെ മാധ്യമ സമ്മേളനത്തിൽ പ്രതിഷേധിക്കുകയാണ് ചെയ്തത്. തുടർന്നാണ് ആളാകാൻ വരരുത് എന്ന് തുറന്നടിച്ച് എത്തിയത്. പിന്നീട് തുടർന്ന് അവരെ പുറകോട്ട് മാറ്റി നിർത്തുകയായിരുന്നു. അതിനുശേഷമാണ് മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം സംസാരിച്ചത്. റിപ്പോർട്ടർ ചാനൽ ഏറെക്കാലമായി ഇവരെ ജോലികൾ നൽകാതെ മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു. സുരേഷ് ഗോപിയുമായി ഇടഞ്ഞതിനെ തുടർന്ന് സൂര്യ സുജിയെ തൃശൂരിൽ നിന്നും ചാനൽ മാനേജ്മെന്റ് സ്ഥലം മാറ്റിയിരുന്നു. ഇപ്പോൾ ഇവരെ വിളിച്ചു വരുത്തി മാനേജ്മെന്റ് രാജിക്കത്ത് എഴുതി വാങ്ങിച്ചു എന്നാണ് അറിയുന്നത്.
ഗരുഡൻ സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി തൃശൂരിൽ നടന്ന തിയേറ്ററിലെ പ്രസ് മീറ്റിനിടെ സുരേഷ് ഗോപിയെ അകാരണമായി പ്രകോപിപ്പിച്ച ഹിഡൻ അജണ്ടയുമായി എത്തി സിനിമയെ പറ്റി ചോദിക്കാതെ മറ്റു കാര്യങ്ങൾ ചോദിച്ചതിനെ തുടർന്നായിരുന്നു സ്ഥലം മാറ്റിയത്. സ്വന്തം ചാനലിലെ ക്യാമറാമാൻ ബിജു പോലും ഈ സംഭവത്തിൽ സൂര്യക്കെതിരെയാണ് നിലപാടെടുത്തത്. ഇതര മീഡിയകളിലെയും സീനിയർ റിപ്പോർട്ടർമാരടക്കം സൂര്യയുടെ പ്രവൃത്തിയോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ഈ സംഭവം കൂടാതെയും വേറെയും പരാതികൾ സൂര്യയെക്കുറിച്ച് ഉയർന്ന സാഹചര്യത്തിലാണ് അച്ചടക്ക നടപടി സ്വീകരിച്ചത്. ചാനലിൽ നിന്നും പുറത്താക്കാനാണ് ആദ്യം തീരുമാനിച്ചതെങ്കിലും അത് വിവാദമാകാൻ ഇടയുള്ളതിനാൽ സ്ഥലമാറ്റത്തിൽ തൽക്കാലം ഒതുക്കുകയായിരുന്നു. ഇതോടെ സുരേഷ് ഗോപിക്കെതിരായ ഇടതുപക്ഷ വനിതാ മാധ്യമ പ്രവർത്തകരുടെ നീക്കങ്ങൾക്ക് കൂടുതൽ തിരിച്ചടിയാവുകയാണ്. പണിവേണയിൽ പാർട്ടി വിപ്ലവം വേണ്ട എന്നും ആവേശം വേണ്ട എന്നുമുള്ള മുന്നറിയിപ്പ് കൂടിയാണിത്. സൂര്യ സുജി CPMന്റെ സജീവ അനുഭാവിയാണ്. മാധ്യമ പ്രവർത്തക എന്ന നിലയിലും പാർട്ടിയുടെ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യാറുണ്ട്. പഴയ ഒരു SFI-കാരി. ജേർണലിസം കഴിഞ്ഞ കാസർഗോഡ് ഒരു ഫേസ്ബുക്ക് ചാനലിലായിരുന്നു. തുടർന്ന് കണ്ണൂർ സിറ്റി വിഷൻ ചാനലിൽ കയറി. ആ സമയത്ത് മദ്യപാനവുമായി ബന്ധപ്പെട്ട തർക്കം ഓഫീസിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. തുടർന്ന് അവിടെ നിന്നും കണ്ണൂർ 1 ചാനലിൽ കയറി. അവിടെ നിന്ന് ഓഫീസിൽ മറ്റുള്ളവരുമായി തർക്കമുണ്ടായി. ഓഫീസിലെ പുകവലിയും മദ്യപാനവും സംബന്ധിച്ച തർക്കങ്ങളിൽ അവിടെയും വിവാദങ്ങളായി. ഇതോടെ അവിടെ നിന്നും പുറത്തായി. എങ്കിലും പാർട്ടിയുടെ തണലും പിന്തുണയും ഉള്ളതിനാൽ തളരാതെ മുന്നോട്ട് പോവുകയായിരുന്നു. ജോലി ചെയ്ത സ്ഥാപനങ്ങളിൽ നിന്ന് അവഗണനയും പുറത്താക്കലും അനുഭവിച്ച സൂര്യ സുജി പിന്നീട് കൈരളിയിൽ കയറി. കൈരളിയിൽ കയറിയപ്പോഴാണ് അരിവാളും ചുറ്റികയും കയ്യിൽ പിടിച്ച് ഫോട്ടോ എടുക്കലും വിവാദവും ഉണ്ടായത്. പിന്നീട് ഇവർ കൈരളി തൃശൂർ ബ്യൂറോയിലെത്തി. അവിടെ നിന്നാണ് റിപ്പോർട്ടറിൽ എത്തിയത്. റിപ്പോർട്ടർ ചാനലിൽ നിന്നും ജോലിയിൽ നിന്നും ഏറെ നാൾ മാറ്റി നിർത്താൻ കാരണം അച്ചടക്ക ലംഘനവും ഓഫീസിൽ അംഗീകരിക്കാൻ കഴിയാത്ത പ്രവർത്തനവുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഓഫീസിൽ മറ്റ് സ്റ്റാഫുകളും സൂര്യ സുജിക്കെതിരെ പരാതികൾ ഉന്നയിക്കുകയായിരുന്നു. ഒത്തുപോകാനാകുന്നില്ല എന്നും സഹകരിക്കുന്നില്ല എന്നും പരാതികൾ ഉയർന്നു. ഈ അവസരത്തിൽ സൂര്യ സുജി പാർട്ടിയിലെ സ്വാധീനം ഉപയോഗിച്ച് റിപ്പോർട്ടറിൽ തുടരാൻ അവസാന നീക്കവും നടത്തി. എങ്കിലും മാനേജ്മെന്റ് ശക്തമായ നിലപാട് സ്വീകരിച്ചു. രാജിവയ്പ്പിച്ചു എന്ന് പറയുന്നു. എങ്കിലും വിളിച്ചു വരുത്തി രാജിക്കത്ത് എഴുതി വാങ്ങി എന്നാണ് അറിയാൻ കഴിയുന്നത്. നന്ദി.